നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ദീപ്തമായ സ്മരണകളിലൂടെ ഒരിക്കൽ കൂടി നമ്മൾ യാത്ര ചെയ്യുകയാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച. പൊതുവെ എല്ലാ സഭകളിലെയും ദുഃഖ വെള്ളിയാഴ്ച തിരുക്കർമ്മങ്ങളിൽ യഹൂദരോട് കരുണ കാണിക്കാത്ത രീതിയിലുള്ള പരാമർശങ്ങളുണ്ട്. ശരിക്കും ആരാണ് ക്രിസ്തുവിനെ കൊന്നത്? ക്രിസ്തുവിൻ്റെ മരണം കൊലപാതകമോ അതോ ആത്മഹത്യയോ? കാലാകാലങ്ങളായി പലരുടെയും സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും കാരണമായിട്ടുള്ള ഒരു മരണമാണ് ക്രിസ്തുവിൻ്റെ മരണം. ക്രിസ്തു തൻ്റെ മരണത്തെ സംഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 18-ാം വാക്യത്തിലാണ് നമ്മളത് കാണുന്നത്. എൻ്റെ ജീവൻ ആരും എന്നിൽ നിന്ന് കവർന്നെടുക്കുകയല്ല, ഞാനത് സ്വമേധയാ സമർപ്പിക്കുകയാണ്. ചരിത്രം കണ്ട ഏറ്റവും സ്നേഹസാന്ദ്രമായ സമർപ്പണമാണ് ക്രിസ്തുവിൻ്റെ മരണം. ആ ക്രിസ്തുവിൻ്റെ മരണത്തെയാണ് നമ്മൾ ഈ ദിവസം ആഴത്തിൽ ധ്യാനിക്കുന്നത്. ആ മരണത്തെ ധ്യാനിക്കുമ്പോൾ നമ്മളുടെ ജീവിതം ദുഃഖസാന്ദ്രമാക്കിക്കൊണ്ടല്ല ധ്യാനം നടത്തേണ്ടത്, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അകംപൊരുളുകൾ തേടിക്കൊണ്ട് ഈ ധ്യാനം നടത്താനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തു എന്നത് നമുക്ക് പുറത്തുള്ള ഒരു വ്യക്തിയല്ല, നമ്മുടെ ഉള്ളിൽ രൂപപ്പെടേണ്ട, ഇതൾ വിടർത്തേണ്ട ഒരു ആന്തരിക സാധ്യതയുടെ പേരാണ്. പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയോട് പറയുന്നുണ്ടല്ലോ, കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങൾ രൂപപ്പെടുന്നതുവരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. വഞ്ചിയുടെ അമരത്ത് കിടന്നുറങ്ങുന്ന ക്രിസ്തുവിനെ ശിഷ്യന്മാർ വിളിച്ചുണർത്തുന്നുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളും നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു സാന്നിധ്യത്തെ വിളിച്ചുണർത്തേണ്ടിയിരിക്കുന്നു. ആ ക്രിസ്തുവിനെ ആഴത്തിൽ ധ്യാനിക്കേണ്ട ഏറ്റവും ധന്യമായ ദിവസമാണ് ദുഃഖ വെള്ളിയാഴ്ച. അവൻ്റെ മരണത്തെയും അവൻ്റെ പീഡാസഹനത്തെയും ഓർക്കുന്ന വേളയിൽ, ആ മരണത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും മേലുള്ള സ്നേഹസമർപ്പണത്തെ ഓർക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിനെയാണ് നമ്മൾ ആഴത്തിൽ ധ്യാനിക്കേണ്ടത്. ഈ ആന്തരിക സാധ്യത എന്ന് പറയുന്നത് 3 ഘടകങ്ങൾ ചേർന്ന് നമ്മൾ രൂപപ്പെടുന്നതാണ്. 3 ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങളാണ് ആ 3 ഘടകങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, നീ എവിടെയാണ്? ബൈബിളിൽ മുഴങ്ങുന്ന ആദ്യത്തെ ചോദ്യമാണിത്. ദൈവം ആദത്തോട് ചോദിക്കുന്നു, ആദം നീ എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. ആദം പറയുന്ന ഇപ്രകാരമാണ്, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്നൊളിച്ചതാണ്. അയാൾ എവിടെയാണെന്നല്ല പറയുന്നത്, മറിച്ച് അയാളായിരിക്കുന്ന അവബോധത്തെ അയാൾ തിരിച്ചറിയുന്നു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. ചില ചോദ്യങ്ങൾ നമ്മെ തന്നെ തിരിച്ചറിയാൻ, നമ്മെ കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുകയാണ്. നീ എവിടെയാണെന്നുള്ള ചോദ്യത്തിന് നാം കൊടുക്കുന്ന ഉത്തരമാണ് ധ്യാനം. കാര്യങ്ങളൊക്കെ സരളമാക്കാനും ലളിതമാക്കാനും സൗകര്യപ്രദമാക്കാനും നമ്മൾ നടത്തുന്ന യാത്രയല്ല ധ്യാനം. നമ്മുടെ ഉദിഷ്ടകാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടാൻ വേണ്ടി ചില കേന്ദ്രങ്ങളെ അഭയം പ്രാപിക്കുന്ന ഇടവുമല്ല ധ്യാനം, മറിച്ച് ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ ഏത് പടവിൽ, ഏത് താഴ്വരയിൽ ഞാനായിരിക്കുന്നു, ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, നീ എവിടെയാണ്? ഉത്തരം നമ്മുടെ ധ്യാനം, ആഴമേറിയ ധ്യാനം. ആ ധ്യാനത്തിലൂടെ ശുദ്ധീകരിക്കേണ്ട പ്രക്രിയകളെക്കുറിച്ച്, ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ ഏത് പടവിൽ ഞാനായിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നു. നീ ആരാണെന്നൊരു സ്ത്രീയോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, ഞാൻ ഇന്നയാളുടെ ഭാര്യയാണ്. വീണ്ടും നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ 3 മക്കളുടെ അമ്മയാണെന്ന്. വീണ്ടും നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്ന്. ഇതൊക്കെയാണോ ശരിക്കും ആ സ്ത്രീ? അതിനും അപ്പുറം എന്തോ ഒന്നാണ്. പക്ഷേ പലപ്പോഴും ആഴമേറിയ ധ്യാനമില്ലാത്തതുകൊണ്ട് തന്നെ തിരിച്ചറിയാനായിട്ട് നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല. ഒരു സന്യാസിക്ക് ഉറക്കം നഷ്ടപ്പെട്ടതുപോലെയാണ് ചില ചോദ്യങ്ങൾ. അയാൾക്ക് നീണ്ട താടിയുണ്ടായിരുന്നു. ഒരു തെരുവിലൂടെ അയാൾ നടന്നു പോകുമ്പോൾ കുറേ കിടാങ്ങൾ വന്ന് ഇയാളോട് ചോദിക്കുകയാണ്, സന്യാസി, നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ ഈ താടി പുതപ്പിനകത്താണോ പുറത്താണോ ഇടുന്നത്? സന്യാസി പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാനിന്ന് രാത്രി ഉറങ്ങുമ്പോൾ പരിശോധിച്ചിട്ട് നാളെ പറയാം. അന്ന് രാത്രി അയാൾ താടി ആദ്യം പുതപ്പിനകത്തിട്ടു, പിന്നെ പുതപ്പിന് പുറത്തിട്ടു, വീണ്ടും അകത്തിട്ടു, വീണ്ടും പുറത്തിട്ടു. അന്ന് രാത്രി അയാൾ ഉറങ്ങിയിട്ടേയില്ല. ഇതാണ് ചില ചോദ്യങ്ങളുടെ പ്രത്യേകത, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്ന ചോദ്യങ്ങൾ. ഉണർന്നിരിക്കുമ്പോൾ
നമ്മൾ കണ്ടെത്തുന്ന സ്വപ്നങ്ങളല്ല, ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളല്ല, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ അവബോധത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. നീ ആരാണ്? നീ എവിടെയാണ്? അതിനുള്ള ഉത്തരമാണ് ധ്യാനം. രണ്ടാമത്തെ ചോദ്യം, ബൈബിളിൽ മുഴങ്ങുന്ന രണ്ടാമത്തെ ചോദ്യമാണ്, നിൻ്റെ സഹോദരൻ എവിടെയാണ്? കായനോടാണ് ദൈവം ആ ചോദ്യം ചോദിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം. നീ എവിടെയാണ്? അയാൾ ഉത്തരം പറയേണ്ടത് തൻ്റെ സഹോദരനെക്കുറിച്ചാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സ്നേഹം. ഒരു കോളനിയിൽ ഒരു നില കെട്ടിടത്തിന് തീ പിടിച്ചു. ആളുകൾ ചേർന്ന് ഫയർഫോഴ്സിലേക്ക് വിളിച്ചു പറയുന്നു. ഫയർ എഞ്ചിൻ കുതിച്ചു പാഞ്ഞു വരുന്നു. അത് നിയന്ത്രണമില്ലാതെ തീയുടെ ഉള്ളിലേക്ക് കയറിപ്പോവുകയാണ്. ആളുകളാകെ അത്ഭുതപരന്തരായി നോക്കി നിൽക്കുകയാണ്. ഇയാൾ എന്താണ് ചെയ്യുന്നത്? തീയുടെ ഉള്ളിലേക്ക് തന്നെ ഫയർ എഞ്ചിൻ കടന്നു പോകുന്നു. വളരെ സാഹസികമായിട്ട് ഒരു വിധത്തിൽ അവർ തീയൊക്കെ അണച്ചു. സന്തോഷമായ അവിടെയുള്ള ആളുകൾ ചേർന്ന് നല്ലൊരു തുക ആ ഫയർ എഞ്ചിൻ ഡ്രൈവ് ചെയ്തിരുന്ന ആൾക്ക് സമ്മാനിച്ചു. എന്നിട്ട് ചോദിച്ചു, ഈ തുക കൊണ്ട് എന്ത് ചെയ്യാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അയാൾ പറഞ്ഞു, ഈ വണ്ടിക്ക് നല്ലൊരു ബ്രേക്ക് പിടിപ്പിക്കണം. ടുട്ടുടുക്ക് വണ്ടി, അതിന് ബ്രേക്കില്ലാത്തതുകൊണ്ട് തീയുടെ ഉള്ളിലേക്ക് കയറിപ്പോയതാണ്. നമ്മുടെ സ്നേഹം പലപ്പോഴും ഇതുപോലെയാണ്, അങ്ങനെ അങ്ങ് സംഭവിക്കുന്നതാണ്. അത് ധ്യാനത്തിൽ നിന്ന് രൂപപ്പെട്ട സ്നേഹമല്ല, പല ഉപാധികളിലും പല കണ്ടീഷനിലൊക്കെ അടിസ്ഥാനമിട്ട സ്നേഹമാണ്. ഈ സ്നേഹമല്ല സ്നേഹം. വന്ദനത്തിന് പ്രതിവന്ദനം എന്ന പോലെ നമ്മൾ നടത്തുന്നതല്ല സ്നേഹം. ഈശോ തന്നെ ചോദിക്കുന്നില്ലേ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? നമ്മുടെ സഹോദരൻ്റെ കാവൽക്കാരായിട്ട് നമ്മൾ രൂപപ്പെടുത്തുന്ന സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. അത് രൂപപ്പെടുന്നത് ആഴമേറിയ ധ്യാനത്തിൽ നിന്നാണ്. മൂന്നാമത്തെ ചോദ്യം, നിൻ്റെ കുരിശ് എവിടെയാണ്? ഉത്തരം സഹനം. ധ്യാനവും സ്നേഹവും മേൽത്തരം അപ്പക്കൂട്ടാണ്. അത് കനലിൻ്റെ മീതെ വയ്ക്കുമ്പോഴാണ് നല്ല അപ്പം രൂപപ്പെടുക. സഹനമാവുന്ന കനലിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ധ്യാനവും സ്നേഹവും ആഴമേറിയ അപ്പമായി തീരുന്നത്. നിൻ്റെ കുരിശെവിടെയാണ്? ദൈവം ഐശ്വര്യങ്ങളുടെ സംഭരാനാണെന്നാണ് പഴയ നമ്മളോട് പറയുന്നത്. ദൈവം കൂടെയുണ്ടെങ്കിൽ നോക്കത്താ ദൂരത്തുള്ള വയലേലകളും എണ്ണിയാലൊടുങ്ങാത്ത ദാസന്മാരും ആട്ടിൻപറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തു ഈ ദൈവസങ്കല്പത്തെ തിരുത്തുകയാണ്. അവൻ പറയുന്നു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ അനുദിനം തൻ്റെ കുരിശെടുക്കണം. നിൻ്റെ കുരിശെവിടെയാണ്? നിൻ്റെ സഹനത്തിൻ്റെ വഴികളെ നീ എങ്ങനെയാണ് എണ്ണിത്തിട്ടപ്പെടുന്നത്? ക്രിസ്തുവിനോട് ചേർന്ന് സഞ്ചരിക്കുന്നതിൻ്റെ പേരിൽ നിനക്കെത്രത്തോളം സഹനാനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്? പ്രിയമുള്ളവരെ, 3 ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ഉത്തരങ്ങൾ. ഒന്നാമത്തേത്, നീ ഇപ്പോൾ എവിടെയാണ്? ഉത്തരം ധ്യാനം. രണ്ടാമത്തേത്, നിൻ്റെ സഹോദരൻ എവിടെയാണ്? ഉത്തരം സ്നേഹം. മൂന്നാമത്തേത്, നിൻ്റെ കുരിശ് എവിടെയാണ്? ഉത്തരം സഹനം. ധ്യാനം പ്ലസ് സ്നേഹം പ്ലസ് സഹനം സമം ക്രിസ്തു. ഈ ക്രിസ്തുവാണ് നമ്മളിൽ രൂപപ്പെടേണ്ടത്. ഈ ക്രിസ്തു അവബോധത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. മരം മനുഷ്യനോട് പരിഭവിച്ചു. എത്രയോ വർഷങ്ങളായി ഞങ്ങളുടെ എത്രയോ ചില്ലകൾ വെട്ടി ഞങ്ങളിൽ നിന്ന് നിങ്ങൾ എത്രയോ കുരിശുകൾ രൂപപ്പെടുത്തി. എന്നിട്ടും നിങ്ങളിൽ നിന്ന് ഇനിയുമൊരു ക്രിസ്തു രൂപപ്പെടാത്തത് എന്തുകൊണ്ട്?